ഹായ് ഗെയ്സ്, എല്ലാവർക്കും എൻ്റെ പുതുവത്സര ആശംസകൾ. 2025 നമ്മൾ നിന്ന് വിടവാങ്ങി. 2026 പുലരിയിലേക്ക് നമ്മൾ കടന്നു. ഓരോ വർഷം കഴിയുമ്പോഴും അടുത്ത വർഷം എല്ലാം ശരിയാകും, നമ്മുടെ ജീവിതത്തിൽ മെച്ചം ഉണ്ടാകും എന്നെല്ലാവരും പ്രതീക്ഷയോടെ മുന്നോട്ട് പോകും. എല്ലാവരുടെയും ഒരു പ്രതീക്ഷയാണ് സത്യം പറഞ്ഞ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് തന്നെ. എന്നാൽ നമ്മൾ പലപ്പോഴും പലതും ആഗ്രഹിക്കുമ്പോഴും പ്രവർത്തിക്കുമ്പോഴും പരാജയങ്ങൾ നമ്മളെ വേട്ടയാടാറുണ്ട്. അതൊന്നും ഓർത്ത് നമ്മൾ വിഷമിച്ചിരുന്നാൽ അവിടെ ഇരിക്കാനേ പറ്റൂ, അല്ലേ? ആ വിഷമങ്ങളെയെല്ലാം മറികടന്നുകൊണ്ട് പുത്തൻ പുലരിയെ വരവേറ്റുകൊണ്ട് വീണ്ടും പ്രവർത്തിക്കുക. ഒരു ദിനം നമുക്കും സന്തോഷത്തിൻ്റെ നാളുകളായി മാറും എന്നുള്ളത് തീർച്ചയാണ്. ഈ 2026 നമുക്ക് സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും വിജയത്തിൻ്റെയും വർഷമായി മാറട്ടെ എന്ന ഒരു നല്ല പ്രതീക്ഷയോടെ എല്ലാവരും മുന്നോട്ട് പോകും. ആ മുന്നോട്ട് പോകുന്നത് ഒരു ദിവസം തീർച്ചയായും ആഗ്രഹങ്ങൾക്കൊരു വിജയമുണ്ടാകുമെന്നുള്ളത് സത്യം തന്നെയാണ്. ഈ വർഷവും നമ്മുടെ ജീവിതത്തിൽ എല്ലാ നന്മകളും ഉണ്ടാകട്ടെ. കഴിഞ്ഞുപോയ നമ്മുടെ ദുഃഖങ്ങൾ അല്ലെങ്കിൽ ദുരിതങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് പാഠങ്ങൾ ജീവിതത്തിൽ നിന്ന് നമ്മൾ പഠിച്ച് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അതെല്ലാം ഇനി വരും ദിനങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു പാഠമായി, ഒരു നന്മയായി, ഒരു ഉയർച്ചയായി, മുൻകരുതലായി ഉണ്ടാകണം. ഈ ലോകത്ത് എല്ലാ മനുഷ്യരും രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവൻ കഷ്ടപ്പാടുകളിൽ നിന്ന് ആ കഷ്ടപ്പാടുകളെ തരണം ചെയ്തുകൊണ്ടാണ് രക്ഷപ്പെട്ടിട്ടുള്ളത്. അത് മാത്രമല്ല, നമ്മൾ കടന്നു പോകുന്ന നമ്മുടെ കഷ്ടകാലങ്ങളിൽ നമ്മോട് ചേർത്ത് നിന്ന് നമ്മളെ കൈപിടിച്ചുയർത്താൻ വിരലിലെണ്ണാവുന്നവർ മാത്രമേ കാണൂ. ആ സമയത്താണ് നമ്മൾ ഒരുപാട് ശക്തരായി മാറുന്നത്. നമുക്ക് ചാരി നിൽക്കാൻ ഒരു മതിൽക്കെട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ചുവരുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ചാരി നിൽക്കാൻ ശ്രമിക്കൂ. ചാരി നിൽക്കാൻ നമുക്ക് സംഭവമില്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? നമ്മുടെ ബോഡിയെ നിർത്തി അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തെ നമ്മളോടൊത്ത് അനുയോജ്യമായ രീതിയിൽ നടന്നു നീങ്ങുവാൻ ശ്രമിക്കും. അങ്ങനെ നടന്നു നീങ്ങുവാൻ നമ്മൾ ശ്രമിക്കുക. ഈ ലോകത്ത് ഒരിക്കലും ഒരു മനുഷ്യനും ദുഃഖം മാത്രം ഉണ്ടാകില്ല, ഒരു ദിനം സന്തോഷവും ഉണ്ടാകുമെന്ന് പ്രകൃതി പലരിൽ നിന്നും നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരും നിങ്ങൾ വെറുതെ ഇരിക്കാതെ നമ്മൾ ഓരോരുത്തരും പ്രവർത്തിക്കുക. ആ പ്രവൃത്തിയുടെ ഫലം പ്രകൃതി നമുക്ക് തിരിച്ചു തരുക തന്നെ ചെയ്യും. ഒരു നെഗറ്റീവ് ഉണ്ടെങ്കിൽ ഒരു പോസിറ്റീവ് എനർജി നമുക്ക് തീർച്ചയായും ഉണ്ടാകും. അത് പക്ഷേ വരും വർഷങ്ങളിലായിരിക്കാം, അല്ലെങ്കിൽ ഈ വർഷമായിരിക്കാം. നമ്മൾ കഷ്ടപ്പെടുക, ചുമ്മാ ഇരിക്കാതെ പ്രവർത്തിക്കുക. നമുക്കതിനുള്ള ആയുസ്സും ആരോഗ്യവും ദൈവം നൽകട്ടെ എന്ന് ഞാൻ എല്ലാവർക്കും വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ഈ ദിനവും നമ്മൾ നിന്ന് കടന്നു പോകും. ഒരു പൂക്കൾ വിരിഞ്ഞാൽ ആ പൂക്കൾ മുട്ടായി അവർ വിരിഞ്ഞു, അവരിൽ നിന്ന് സുഗന്ധവും കണ്ണിന് കുളിർമയുള്ള കാഴ്ചയുമായി അവർ പ്രകൃതിയിൽ അവരുടെ കടമ നിർവഹിക്കുന്നു. എന്നതുപോലെ നമുക്കും നമ്മുടെ കടമകൾ നിർവഹിക്കാൻ കഴിയട്ടെ. എല്ലാവർക്കും സന്തോഷവും സമാധാനവും നിറഞ്ഞ ദിനരാത്രങ്ങളായി 2026 പൂർത്തീകരിക്കാൻ കഴിയട്ടെ. എല്ലാവർക്കും ആയുസ്സും ആരോഗ്യവും നമ്മൾക്കെല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.